ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഒരു ഉച്ചമയക്കത്തിനൊക്കെ ശേഷം ഞാനും എൻ്റെ കുഞ്ഞായും കൂടെ പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാന്ന് വെച്ചു. അപ്പോഴാണ് കണ്ടത് മരം നിറച്ച് പിടിച്ചു നിൽക്കുന്ന ചാമ്പയ്ക്ക. പിന്നൊന്നും നോക്കിയില്ല, പുള്ളിക്കാരനെ ഇട്ട് 2 ജ്യൂസ് അങ്ങ് അടിക്കാന്ന് വെച്ചു. അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ ജ്യൂസിന്റെ റെസിപ്പി കണ്ടാലോ? ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക എല്ലാം നന്നായി കഴുകി കുരു കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഇനി ഒരു ഇഞ്ചി, ഒരു കാന്താരി മുളക്, പിന്നെന്താ നാരങ്ങ നീര് നന്നായി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ആവശ്യമായ മധുരം ചേർക്കാം. ഞാനിവിടെ 1 സ്പൂൺ പഞ്ചസാര ഇട്ടു. അപ്പോൾ ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് ഇനി സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് മിക്സി അരയ്ക്കുക എടുക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അതിൻ്റെ നാരും വേരും സത്തും എല്ലാം തിരിച്ച് നന്നായി അരിച്ചെടുക്കാം. ഇനി നല്ലൊരു മൊഞ്ചത്തെ ഗ്ലാസ് എടുക്കുക, ഒരു 3-4 ഐസ് ക്യൂബ്സ് അതിലേക്ക് ഇടുക. ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ലെമണിൻ്റെ പീസും അതിലേക്കിട്ട് ഇതാണ് നാരകത്തിൻ്റെ ഇല, അതും ചേർത്ത് നമ്മുടെ കസ്കസും കൂടെ ഒഴിച്ച് ഇനി നമ്മുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം 7 അപ്പും കൂടെ അങ്ങോട്ട് ഒഴിക്കുക, അങ്ങ് കുടിക്കുക. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇപ്പം ചാമ്പക്കയുടെ സീസണാണ്. ജസ്റ്റ് ഒന്ന് പറമ്പിലിറങ്ങിയാൽ മതി, നിങ്ങൾക്കും കിട്ടും. നമ്മുടെ ചാമ്പക്ക കൂട്ടം വെച്ച് തന്നെ നമുക്ക് 2ാമത്തെ ജ്യൂസ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ചാമ്പയ്ക്ക് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പഞ്ചസാര, ഉപ്പ്, ഐസ് ക്യൂബ്സ്, വെള്ളം, പിന്നെ നാരങ്ങ നീര് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് സെയിം ടു സെയിം. ഇനി പുള്ളിക്കാരനെ നന്നായി നന്നായിട്ട് അരിച്ചെടുക്കാം. അതുവരെ ബാക്കിയുള്ളതെല്ലാം സെയിം ആട്ടോ. ഇവിടെ ആട്ടോ ട്വിസ്റ്റ് വരാൻ പോകുന്നത്, ശ്രദ്ധിച്ച് നോക്കണേ. ഇനി ഒരു മൊഞ്ചത്തെ ഗ്ലാസ് എടുക്കുക, അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക, സ്ലൈസ് ചെയ്ത ലെമണും ഇട്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരകത്തിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് ഇതിലേക്ക് ഇനി ഒഴിക്കുന്നത്. അടിപൊളിയാണ് ഗായ്സ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ആട്ടോ. ഇതിലേക്കിനി കസ്കസും ചേർത്ത് പിന്നെന്താ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസും അതിലേക്ക് ഒഴിച്ച് ഇനി അതിൻ്റെ മുകളിൽ 7 അപ്പ് ഒഴിച്ച് കുടിക്കുക. അടിപൊളി ഗായ്സ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് ഇത് രണ്ടും. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന 2 ജ്യൂസാട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഒരു പ്രാവശ്യമെങ്കിലും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കും കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ ബൈ.